ഗസ് ദിസ് ഇസ് ഡേ 3 ഓഫ് അവർ വയനാട് ട്രിപ്പ്. അപ്പോൾ നമ്മൾ റെഡി ആയിരിക്കുകയാണ്. രാവിലെ 5 മണിയായിട്ടേ ഉള്ളൂ. 4:30 ആയപ്പോൾ തന്നെ നമ്മുടെ CRP കഥവിൽ വന്ന് കൊട്ടി അങ്ങ് വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. സോ നമ്മളെല്ലാം റെഡിയായി. ഇന്ന് നമ്മൾ ചെമ്പ്ര പീക്ക് ക്ലൈംബ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് സ്ഥലം വരെ നമ്മൾ ജീപ്പിൽ പോകും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നടക്കാനുണ്ട്. നടന്ന ലേക്ക് വ്യൂ അവിടേക്കാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. എല്ലാവരും ഓണാണ്. അതെ, നമ്മുടെ ക്ലാസ്സിൻ്റെ ടീഷർട്ട് മറ്റേ നമ്മുടെ ഫോറസ്ട്രി ടീഷർട്ട് ഫീൽഡ് ഡ്രസ്സ്, അതെ അത് ചെറുതായിട്ട് നനഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇറങ്ങി കുളിച്ചല്ലോ. അപ്പോൾ അതൊക്കെ നനഞ്ഞു. നമ്മൾ കഴുകിയിട്ടിരുന്നു, പക്ഷേ ഉണങ്ങിയില്ല. ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഡ്രസ് ചെയ്തു. അങ്ങനെ അത് ഓക്കെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പോകാം. നിങ്ങളത് കാണണം. ഭയങ്കരമായിട്ടുള്ള മഞ്ഞാണ്. കാണാം അത്യാവശ്യം കാണാം. അതായത് ഒരു മൂടല് കണ്ടോ, അത് അത്യാവശ്യം നല്ല മഞ്ഞാണ്. നമ്മൾ ഗ്ലാസ്സിൽ അടച്ചിട്ടിരിക്കുകയാണ്. നല്ല തണുപ്പാണ്. നമ്മൾ ബസ്സിലാണുള്ളത്. നമ്മളിപ്പം മേപ്പാടി ടൗണിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് ജീപ്പ് എടുക്കാനുണ്ട്. അതങ്ങനെയൊക്കെ പറയും. ഓക്കെ, അതെ എല്ലാവരും ഉണ്ട്. 2 സൈഡിലും തേയിലത്തോട്ടമാണ് കേസ്. 2 സൈഡിലും നല്ല വ്യൂ ഉള്ളൊരു റോഡാണത്. ഇനി നമുക്ക് ചെന്നിട്ട് കാണാം. മേപ്പാടി ടൗണിലെത്തിയിരിക്കുകയാണ്. അതാണ് ചെമ്പ്ര പീക്ക്. ഓ പെട തന്നെ. ഓക്കെ ഗൈസ്, എടാ ഇത് നമ്മുടെ അജയുടെ വണ്ടിയാണ്. അജയുടെ വണ്ടിയാണ് നമ്മുടെ. അതെ, വെല്ലിച്ചന്റെ വണ്ടി അടിച്ചു മാറ്റിക്കൊണ്ടാണ് അജയ് വന്നിരിക്കുന്നത്. ആദർശുണ്ട്, അവരവിടെ ചിരിച്ചുണ്ട്. നമ്മുടെ ശ്രീരാം ഇക്കച്ചിയുടെ ഇത്ത മുട്ടിന് എങ്ങനെ ഉണ്ട്? എന്തെങ്കിലും പറയും. ഒന്നും പറയാൻ കാണിക്കുന്ന പറയൂ. വളരെ നല്ലൊരു ട്രക്കിംഗ് ആയിരിക്കുന്ന പ്രതീക്ഷയുണ്ട്. ആവട്ടെ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്റെ പുറകിലൊരു പീക്ക് കാണുന്നുണ്ട്. ഇവിടെ മൊത്തത്തിലുള്ള വ്യൂ മൊത്തത്തിൽ ഇത് ഇങ്ങനെയാണ്. കൊള്ളാം, നല്ല രസമുണ്ട്. നമ്മൾ ജീപ്പ് കയറാനുള്ള സമയമായി. നമ്മളൊരു ഹോർലിക്സ് പടച്ചു. അത് കുടിക്കാനുള്ള ആക്രാന്തത്തിൽ വീഡിയോ എടുക്കാൻ മറന്നു. നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ നേരത്തെ ഇട്ടിരിക്കുന്ന സമ്മതിക്കുന്നില്ലടാ. കുഴപ്പമില്ല, മുന്നോട്ട് ചെന്ന് നമുക്ക് ചെയ്യാം. അതായത് എല്ലാവരും കയറി ജീപ്പിലാണ് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിന് അവിടെ വരെ പോകുന്നത്. അതിനുശേഷം നമുക്കൊരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒരു ചെറിയ ട്രക്കുണ്ട്. ട്രക്കെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ ആ ലേക്കിലോട്ട് ജസ്റ്റ് നടന്ന് കയറുന്നു, അത്രേ ഉള്ളൂ. ഇതാണ് ജസ്റ്റ് ഈ ജീപ്പിലാണ് ജസ്റ്റ് നമ്മൾ കയറാൻ പോകുന്നത്. നമ്മൾ 4 ജീപ്പ് ഹയർ ചെയ്യുന്നുണ്ട്. വ്ളോഗിങ് കുറയ്ക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ജീപ്പിനകത്ത് കയറിയിട്ടുണ്ട്. നമ്മുടെ ജീപ്പിനുള്ളത് ശ്രീരാഗ് തൂങ്ങി വരുന്നതാണ് പറഞ്ഞത്. ഇതാണ് നമ്മുടെ വ്യൂ. നമ്മൾ ജീപ്പിൽ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ബാക്കിൽ ജീപ്പുണ്ട്, ഫ്രണ്ടിൽ ഒരു പറ്റം ആൾക്കാർ പോകുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കൈമാറ്റി വെക്കണം. നിങ്ങളും തീർച്ചയായിട്ടും. ഞാൻ നല്ലൊരു ഫ്രെയിം എടുത്തു. നിങ്ങൾ കാണുന്നുണ്ടോ ബാക്കിലത്തെ ആ വ്യൂ? കാണൂ. ഇപ്പൊ ചെറുതായിട്ട് കാണായി. അതിങ്ങനെ ക്യാമറ എടുത്ത അപ്പൊ തന്നെ കാണാൻ. അതിന് മുന്നേ നല്ല വ്യൂ ഉള്ള പ്രദേശമായിരുന്നു. നമ്മൾ മുന്നിലുള്ള ജീപ്പിനെ ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു ഉദ്യമത്തിലാണ് സുഹൃത്തുക്കളെ. നമ്മളവരെ ആദ്യം ഓവർടേക്ക് ചെയ്ത് പോയി. നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനിയാണ് നമ്മൾ ട്രക്ക് ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പുറകിലത്തെ ഒരു എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. സ്പീച്ച്ലെസ്. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല.
നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ തേയിലത്തോട്ടത്തിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. സൈഡിലത്തെ വ്യൂ ഇതാണ്, മുകളിലത്തെ ഇതാണ്. കൊള്ളാം. നമ്മളുടെ റിയൽ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പോയിന്റിൽ നിന്നാണ് ഉള്ളിലോട്ടാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഓഫീസ് ഉണ്ട്, ചെമ്പ്ര. ഇത്തക്ക് കാലിന് ലേശം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ ഏറ്റവും ബാക്കിലാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്ത ഓക്കെ അല്ലേ? ഇത്ത ഓക്കെ അല്ലേ? അത്രേ ഉള്ളൂ. യെസ്, CRP വിളിക്കുന്നുണ്ട്. നമ്മൾ കൂട്ടത്തിൽ നിന്നില്ല, കൂട്ടം തെറ്റിപ്പോയി കഴിഞ്ഞാൽ CRP ചീത്ത വിളിക്കും. നമ്മുടെ CRP വളരെ സീരിയസും വളരെ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു മനുഷ്യനാണ്. കാണിച്ചു തരാം. CRP പറയൂ. CRP എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ ഷെഡ്യൂളൊക്കെ ടൈറ്റാണ്. എല്ലാവരും സ്പീഡിൽ കയറണം. ബ്ലോഗറിനോട് കുറച്ച് മിണ്ടായിരിക്കാൻ പറയണം. ബ്ലോഗൊക്കെ മിണ്ടാതെ ജീവിക്കാൻ പറ്റുമോ ഗൈസ്? നിങ്ങൾ പറയൂ. ഇത്ത വലിഞ്ഞു കയറുകയാണ്. മുട്ട് കാല് ഒന്നും ഒരു പ്രശ്നമല്ല. അതാണ് ഫോറസ്റ്റുടെ സ്പിരിറ്റ്. നമ്മളെല്ലാം ഇങ്ങനെ തന്നെ. പറയൂ ഇത്ത, എന്താണ് പറയാനുള്ളത്? അത്രേ ഉള്ളൂ. ഗൈസ്, നമ്മൾ ഒരു ഇടവഴി കൂടെ ഇങ്ങനെ ഇടവഴിപ്പുറത്തെ ഒരു വഴി കൂടെ നമ്മൾ പതിയെ ഇങ്ങനെ നടന്ന് ഒരു മല കാണുന്ന സൈഡ് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറച്ച് പേര് അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാണാം ഗൈസ്, നോക്കൂ. നിങ്ങൾ ആ മല കാണുന്നുണ്ടോ? ആ മലയുടെ മണ്ടയ്ക്കാണ് നമുക്ക് വലിഞ്ഞു കയറേണ്ടത്. അതെ, ഇത്ര നേരം വലിയ സീനിലായിരുന്നു. മലയുടെ കൊണ്ട് കുറച്ച് സ്റ്റീപ്പാണെന്ന് തോന്നുന്നു. വീഡിയോക്കകത്ത് കാണുന്നതല്ല, അത്യാവശ്യം സ്റ്റീപ്പാട്ടോ. നമ്മളിത് പതിയെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ നമ്മളെത്തും. ഉടനെ തന്നെ എത്തും. ഒരു പകുതി ട്രക്കാകുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ ഇതാണ്. ഹൈലി സാറ്റിസ്ഫൈങ് ആണ്. അതെ, വ്യൂ അത്ര ഭംഗിയൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കാണാൻ കുറച്ചുകൂടെ എഫക്റ്റ് ഉണ്ട് കേട്ടോ. ക്യാമറക്കകത്ത് എനിക്ക് അറിഞ്ഞൂടാ എന്താ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ ആ പാറയിടയ്ക്ക് കുറച്ച് മനുഷ്യർ നിൽക്കുന്നത്? അത് നമ്മുടെ പിള്ളേരാണ് ഗൈസ്. ഇനി അവിടേക്ക് നമുക്ക് കയറേണ്ടതായിട്ടുണ്ട്. പോകാം നമുക്ക്. നിങ്ങളത് കാണുന്നുണ്ടോ ഗൈസ്? ഒരു കവാടം തുറന്ന് സൂര്യപ്രകാശം ഇങ്ങോട്ട് അടിക്കുന്നത്. അതെ ഗൈസ്, ഇതാണ് വ്യൂ. ഇടയ്ക്കിടയ്ക്ക് ഇതാണ് വ്യൂ എന്ന് പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കില്ല. എന്താടാ കാണിച്ച് എക്സൈറ്റ്മെന്റ് കൊണ്ടാണ്, ഒന്നും വിചാരിക്കണ്ട. കഠിനമായ പാതയാണ് കേട്ടോ. അത് കഠിനമൊന്നുമില്ല, ഒരു അത്യാവശ്യം കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്നെ വീഴും. പക്ഷേ ഈ പാതയുടെ സൈഡിലുള്ള വ്യൂ ഉണ്ടല്ലോ, ഇതാണ് കേസ്. അപ്പോൾ നമുക്ക് എങ്ങനെ മുന്നോട്ട് നടക്കാതിരിക്കാൻ തോന്നുന്നു. മുകളിൽ ഇതിൽ അടിപൊളിയായിട്ടുള്ളൊരു ലേക്കുണ്ട്. അപ്പോൾ അത് നമുക്ക് കവർ ചെയ്യണം. ഗൈസ്, ക്യാമറ തിരിച്ചേക്കോടാ. അവിടെ എൻ്റെ ഫ്രണ്ട്സ് നിൽപ്പുണ്ട്. അവർ എന്നോട് ആയിരത്തിലല്ല ഒരു 10-15 പെടുന്ന എൻ്റെ ഫ്രണ്ട്സ് പറയുകയാണ് ക്യാമറ തിരിക്കുമെന്ന്. അതായത് കാണിക്കുന്ന ഗൈസ് പറയാതെ ഇപ്പോൾ പറയാതെ, അതായത് അവരോട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതെ, അത് അവർ തന്നെയാണ് നമ്മുടെ കത്തുന്ന ഹാർട്ട്. വെള്ളം കുടിക്കാം, വാട്ടർ ബ്രേക്ക് ആണ് തോന്നുന്നു കേട്ടോ. ഈ മരച്ചോട് നന്നായിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് എത്താനായി. എനിക്കൊന്നൊരു 500 മീറ്ററൊക്കെ ഇനി ഉണ്ടാവുള്ളൂ. നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പ് ഓഫ് എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇതാണ് വ്യൂ. നമ്മൾ ചെമ്പ്ര
പീക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുവഴി എന്തോടാ വഴിയാ ബാക്കി ഭയങ്കര അടിപൊളി വ്യൂ. ടിൻഡൽ എഫക്റ്റ് ഒക്കെ ഉണ്ട്, സീനാണ്. നടന്ന് കയറിക്കൊണ്ടിരിക്കുക. ഇനി ഈ മലയുടെ കൊണ്ടേ കൂടെ കയറാനുണ്ട്. അവിടുന്ന് കുറച്ച് റോക്കി ടെറയാണ്, പക്ഷെ കാര്യമില്ല, സീനില്ല, സെറ്റാണ്. നമുക്കിവിടെ ആടിനെ കിട്ടിയിട്ടുണ്ട്. പുള്ളി ഭയങ്കര അടിപൊളിയായിട്ട് ആടിൻ്റെ സൗണ്ടൊക്കെ ചെയ്യും. ചെയ്തു കാണിക്കും. ഫ്രണ്ടിൽ ഒരു ചെമ്പ് കമ്പിയൊക്കെ ഉണ്ട്. സ്റ്റൈലിഷ് ആണ് പുള്ളി. പഴം തന്നെയാണ് കേസ്. അല്ല ഞാൻ നമ്മളെല്ലാവരും ഉണ്ട് കേസ്. വിവേക് ബി വരുന്നതേ ഉള്ളൂ. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ 7 സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത്. ഈ 7 പഴം കുരിഞ്ഞതുകൊണ്ട് ക്ഷമിക്കൂ. നമുക്ക് ഇനി സബ്സ്ക്രൈബേഴ്സിന് ആവശ്യമാണ് ഗൈസ്. ഇതുപോലത്തെ ക്വാളിറ്റി കണ്ടന്റായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓണാക്കി ഇടണം. കാരണം അപ്പോൾ ഇടുന്ന വീഡിയോ ഈ ബ്ലോഗിനൊക്കെ ചുറ്റും നോക്കാണ് ഗൈസ്. മൈൻഡ് ചെയ്യണം ഗൈസ്. ഇമാരെല്ലാം ഇങ്ങനെയാണ്. അതായത് നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ അടിച്ചോണ്ടിരിക്കണം. ഇനി ഇങ്ങനത്തെ ക്വാളിറ്റി കണ്ടന്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ബെല്ലൈക്കൺ ഞെക്കണം. പിന്നെ ഇതിന് ഈ ബ്ലോഗിന് തന്നെ പല പാർട്സ് ഉണ്ടാകുന്നതാണ്. വളരെ മികച്ച രീതിയിൽ ഇത് എഡിറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ ഗൈസ്, ശരി ശരി. നമുക്ക് ഫ്രണ്ടിലൊരു മല കാണാം. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എത്തിയെന്നാണ് തോന്നുന്നത്. കാണിച്ചു തരാം. കുറച്ച് നാളെങ്കിൽ വരുമ്പോൾ ഇങ്ങനൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ കുറച്ച് നമുക്ക് ആ ഒരു കയറ്റം അത് മാറിയിട്ട് സ്വല്പം ഒന്ന് നിരപ്പായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മലയുടെ ഒരു താഴ്വാരം പോലത്തെ സ്ഥലമാണിത്. താഴ്വാരമല്ല, മലയുടെ പൊക്കത്ത് തന്നെ കുറച്ച് നിരപ്പുള്ള സ്ഥലം. പകുതിയല്ലടാ, ഓൾമോസ്റ്റ് തീരാനേ അത്രേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ റബ്ബർ തോട്ടം 17 റബ്ബർ തോട്ടത്തിൽ നടക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ റബ്ബർ തോട്ടമാണെന്നല്ല പറഞ്ഞത്, കമ്പയർ ചെയ്യല്ല. സോറി ഗൈസ്. വയനാട് പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു വയനാടൊരു അതിമനോഹരമായ ജില്ലയാണ്. എന്താ പറയുന്നത്, അവിടെ പ്രകൃതിയുടെ ഒരു എന്താ പറയണ്ടേ, ഒരു മാജിക്കാണ് ഇവിടെ. കാണാൻ പറ്റുന്നുണ്ടോ പുഴയിലത്തെ ആ മഞ്ഞ് മലയുടെ മണ്ടയ്ക്കുള്ളത്? അതെ, അത്ര ക്ലിയർ ആണോന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ലേക്ക്. വെള്ളം ലേശം കുറവാണെന്ന് തോന്നുന്നു. ഹാർട്ട് ഷേപ്പാണ് ഇതിന്. ഹാർട്ടിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ബാക്കിലത്തെ വ്യൂ നിങ്ങൾ നോക്കൂ ഗൈസ്. നമ്മൾ ഫൈനലി എത്തിയിരിക്കുകയാണ്. പറയൂ, എന്താണ് ഷെറിന് പറയാനുള്ളത്? അവിടെ വന്നപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പ് ആയിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് ഒരു ഹാർട്ട് ഷേപ്പ് ആയിട്ട് തോന്നുന്നില്ല. അതൊരു സങ്കടം. അതെ, ഡ്രോൺ ഷോട്ടൊക്കെ പഠിച്ചാൽ ചിലപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടുമായിരിക്കും. പക്ഷെ അവിടെ ബാക്കിലത്തെ വ്യൂ നോക്ക്. ഹാർട്ടോ മൊത്തത്തിൽ ഇത്ര ഹൈറ്റിലൂടെ വന്ന് നിൽക്കുമ്പോൾ നല്ല രസമാണ്, അടിപൊളിയാണ്. പറയാനില്ല, വാക്കുകൾ ഒന്നും കിട്ടുന്നില്ല. അതിൻ്റെ കൂടെ ഞാനൊന്നും പറഞ്ഞാലും കേൾക്കാൻ പോകുന്നില്ല. ഭയങ്കര കാറ്റിൻ്റെ സൗണ്ട് ആയിരിക്കും ഇതിനകത്ത് മൊത്തം. കേസ് പിള്ളേരെല്ലാം ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. എല്ലാവരും പല പോസുകൾ, പല ആംഗിളുകൾ ഇട്ടിങ്ങനെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സംഭവമുണ്ട്. ഈ ഹാർട്ട് ഷേപ്പ് കുളത്തിന് ചുറ്റും ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പേറുമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ സെറ്റ് ആകും എന്നൊക്കെയാണ്. ഇതൊന്നും ഇല്ലാത്ത കഥ ഉണ്ടാക്കാണ് വയനാട്ടിൽ വന്നിട്ട്. അങ്ങനെയൊക്കെ പറയും. ഇവിടെ ഇങ്ങനെ പറയുന്ന കേട്ടതാണ്. എല്ലാരും എന്തുകൊണ്ടെങ്കിൽ ചുറ്റിയിട്ട് ഇതിനിങ്ങനെ ചുറ്റുമ്പോ നമുക്ക് ഇഷ്ടമുള്ള ആളെ മനസ്സിൽ വിചാരിക്കുക, അപ്പൊ അയാളെ കിട്ടും എന്നൊക്കെയാണ് മിത്ത് പറയുന്നത്. അതായത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറച്ച് ആൾക്കാർ ചുറ്റുന്നുണ്ട്. ഇതാണ് ഗൈസ് കുളം. അപ്പൊ ഈ കുളത്തിന് ചുറ്റും ഇവര് നോക്ക്. യൂട്യൂബ് ഹാവ് എ ഗേൾ? സിംഗിൾ. നമ്മൾ സിഗ്മ കമ്മിറ്റിയാടാ.
ഇതാണ് കേസ് കുളം. ഇവന്മാർ ചുറ്റാൻ വന്നതാണ്. എന്തോ ദുരിതദേശങ്ങളൊക്കെ ഉണ്ട്. കയ്യഴ വന്ന തിരിച്ചു. ഇവർ കല്ലെറിയാൻ വന്നതാണ്. കാരണം ഇവർക്കൊന്നും പെണ്ണ് കിട്ടത്തില്ല. ഇവർക്ക് സിഗ്മേഴ്സ് ആണ്. ഇവിടെ ഗോവിന്ദ് എല്ലാരും എല്ലാരും സെറ്റ് ആവാൻ വേണ്ടി ഗോവിന്ദ തീർത്ഥം തളിക്കുകയാണ്. ഹാർട്ട് ഷേപ്പിലേക്ക് നിന്ന് എല്ലാരും സെറ്റ് ആവണമെന്നാണ് ഗോവിന്ദന്റെ ആഗ്രഹം. അതെ അതെ അതെ. ചെറുക്കനെ അങ്ങനെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അർജുൻ സാർ പറഞ്ഞേക്കുന്ന 1 മണിക്കൂറിനുള്ളിൽ കയറി മല മൊത്തം തിരിച്ചിറങ്ങി നമ്മൾ ബസ്സിൽ ചെല്ലണമെന്നാണ്. വളരെ അത്യാവശ്യമായിട്ട് കൽപ്പറ്റ DFOനെ കാണാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനിയും തന്നെ എൻ്റെ ഫോണിൻ്റെ ചാർജ് അല്ല മാനന്തവാടിയല്ല ഇനി കൽപ്പറ്റ പോകണമെന്ന് പറഞ്ഞു. അതും പോകണം. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജ് ഓൾമോസ്റ്റ് തീരാനായി. ഇനി ബസ്സിൽ ചെന്നിട്ട് നമുക്കിത് കുത്താൻ പറ്റുള്ളൂ. ഓടാ ഫ്രീ കുത്താം. എടാ കൊട്ട. അതെ ഓക്കെ. അതെ ഗൈസ്, നമുക്ക് ഇനി ബ്ലോഗ് എടുക്കാനുള്ള ഒരു താഴെ ഇറങ്ങുന്ന പേര് എടുക്കാനുള്ള ഒരു ചാൻസ് കിട്ടുമെന്ന് തോന്നില്ല. കാരണം വേഗം ഇറങ്ങണം. വന്ന വഴി തന്നെയാണ്, തിരിച്ചിറങ്ങി പോകണം. കുറച്ച് സ്റ്റീപ്പൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, ശരി എന്നാ ബൈ. സൈനിങ് ഓഫ് ഫ്രം ചെമ്പ്ര പീക്ക്. ഈ സ്റ്റീപ്പ് നമ്മൾ തിരിച്ചിറങ്ങാണ്. കയറിയതിനെക്കാട്ടിലും കുറച്ച് ഇറങ്ങാൻ ഇത്തിരി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തെന്നിപ്പോയാൽ തീർന്നു പോലെ. കിട്ടി. അയ്യോ സ്റ്റില്ലായിട്ട് നിൽക്കണ്ട, ഫോട്ടോ ഇല്ല. നമ്മുടെ ബാച്ചിന്റെ പേരാണ് സെന്റ് ഫോറിയൻസ്. സോ സെൻ എന്ന് ഇവിടെ ആരും എഴുതി വെച്ചത്. നമ്മുടെ ബാച്ച്മേറ്റ് ആരോ തന്നെ ഇറങ്ങിപ്പോയവരാരോ എഴുതി വെച്ചതാണ്. അതെ, കുറച്ച് ഇറങ്ങാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. കാരണം ഇപ്പം നല്ല സ്റ്റീപ്പാണ്, ശ്രദ്ധിച്ചിറങ്ങില്ലേ തരും. അതുകൊണ്ട് പക്ഷെ നമ്മൾ എത്താനായി. ഉടനെ തന്നെ നമുക്ക് ഫാത്തിമയുടെ വീട്ടിൽ പോകേണ്ടതുണ്ട്. അവിടെയാണ് നമുക്ക് ലഞ്ച്. അതെ, നമ്മുടെ ട്രിപ്പ് ഓൾമോസ്റ്റ് എൻ്റെ ആയെന്ന് പറയാൻ പറ്റില്ല. ഇനി പരിപാടികളുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചിരുന്ന സ്പോട്സ് എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പറ്റ DFOനെ ഒന്ന് കാണണം. അത് പുള്ളി നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിയെ കാണാൻ പോകണം. പിന്നെ മാനന്തവാടി DFO പുള്ളിയെ പോയി കാണണം. അതിനുശേഷം നമ്മുടെ ഫാത്തിമ ബാച്ച്മേറ്റാണ്. നമ്മുടെ ഫാത്തിമയുടെ വീട്ടിലാണ് നമുക്ക് ലഞ്ച്. അവിടെ മാനന്തവാടി തന്നെ. അപ്പോൾ അവിടെ പോയി ലഞ്ചൊക്കെ കഴിച്ചിട്ട് തിരിച്ച് യൂണിവേഴ്സിറ്റി പോകാനാണ് പ്ലാൻ. ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ CRPയെ നമുക്ക് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റത്തേ ഇല്ല. തുടങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല. അതായത് നീ അത് എങ്ങനെ എടുത്താലും എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നോർമലി നമ്മൾ അത്രത്തോളം പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളല്ല ഇത് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത്രയും സ്പോർട്സ് കവർ ചെയ്യാൻ പറ്റത്തില്ല ഇത്രയും സമയം കൊണ്ട്. പിന്നെ ഇത്രയും നല്ല വ്യൂസ്. പിന്നെ അജയുടെ പ്രത്യേകം എടുത്ത് പറയണം. അജയുടെ സ്ഥലമാണ്. അപ്പോൾ അജയ് മാക്സിമം ഈ ഹിഡൻ സ്പോർട്സ് ഒക്കെ അവന് ലോക്കലായി അറിയാവുന്നതുകൊണ്ട് അതെ, ഇവന് ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നു. നമ്മൾ സ്കിൽ കോഴ്സിൻ്റെ ഭാഗം ഫുൾ ബാച്ച് ഇല്ല നമ്മൾ ഈ ട്രിപ്പിന്. അപ്പം സ്കിൽ കോഴ്സിൻ്റെ പാർട്ടായിട്ട് നമ്മൾ വന്നപ്പോൾ കുറച്ച് പിള്ളേർ അവിടെ ഉണ്ട്. അപ്പോൾ ക്ലാസ് ക്യാൻസൽ ചെയ്തതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് കോഴ്സ് ടീച്ചർമാർ വിളിച്ച് ആകെപ്പാടെ കച്ചറയായിട്ടുണ്ടായിരുന്നു. അപ്പം അതെ, നമ്മുടെ ഡ്രൈവർ ചേട്ടനും കുറച്ചും കൂടെയാണ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയ്ക്കും വിവേക് ഒട്ടും മൂഡ് സ്പോയിലാവാത്ത രീതിയിൽ പുള്ളി ഭയങ്കര അടിപൊളിയായിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര അപ്രീഷ്യബിളാണ്. അത് പറയാതിരിക്കാൻ പറ്റുകയില്ല. അതെ, വെച്ച് നിർത്തിക്കൊണ്ട് പറയല്ല. പക്ഷെ അത് പറയണം, പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. പറഞ്ഞല്ലേ അറിയാൻ പറ്റും. അതെ പ്ലീസ്. തേയിലയാണ്. ഇപ്പോൾ സമയം ഒരു 11 മണിയൊക്കെയായി. നമ്മൾ പുറത്തേക്ക് വന്ന എൻട്രൻസിന് പുറത്തേക്ക് വരുമ്പോൾ അവിടെ തേയിലക്കാടാണ് ചുറ്റും. അപ്പോൾ ആ തേയിലയുടെ കുറച്ചിട്ടൊന്ന് നന്നാക്കാണ്. ഗൈസ്, നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. പരിപാടിയെല്ലാം കഴിഞ്ഞു. ജീപ്പിനാണ് നമ്മൾ. അതെ, നമ്മൾ വന്ന ജീപ്പാണ് ഇത്. നമ്മൾ തിരിച്ചെത്തി, മേപ്പാടി ടൗണിലെത്തി. നമുക്ക് തിരിച്ചു പോകണം.
അർജുൻ ചേട്ടൻ പറഞ്ഞതിനെക്കാട്ടിലും ഒരു 15 മിനിറ്റ് മുമ്പെയാണ് നമ്മൾ എത്തിയിരിക്കുന്നതെന്നാണ്. അത് നമ്മുടെ വിജയമാണ്. പെട്ടെന്ന് നമ്മൾ ഇറങ്ങി പെട്ടെന്ന് വന്നു. ഇനി കുറേ സ്ഥലങ്ങൾ പോകാനുണ്ട്. DFമാരെ കാണാനുണ്ട്. അത്രയും അതെ പോവുകയാണ് കേസ് നമ്മൾ. അജയക്കുട്ടൻ്റെ വീട് ഇവിടെ തന്നെ വയനാടാണ്. അപ്പോൾ അജയക്കുട്ടൻ പോവുകയാണ്. അജയക്കുട്ടൻ ടാറ്റ. ഗൈസ് നമ്മൾ വയനാട് DFൻ്റെ ഓഫീസിലാണുള്ളത്, കൽപ്പറ്റ. അപ്പോൾ എന്താ പറയുക, സാർ നമ്മുടെ സീനിയറാണ്. സാറിൻ്റെ അടുത്ത് വോട്ടർ ഫേസ് പറയണം, അതിന് വേണ്ടിയിട്ട് വന്നതാണ്. DF ഓഫീസിൽ നിന്ന് ആഷിഖ് സാറിന് താങ്ക്സ് പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. ഇനി നമ്മൾ മാനന്തവാടിയിലേക്കാണ് നേരെ. ഉറക്കം വന്നിട്ട് കിളി മാറിയിട്ട് വയ്യ. അതുകൊണ്ട് ഇനിയും എനിക്ക് വ്ളോഗ് എടുക്കാനുള്ള ആരോഗ്യം ഉണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഞാൻ നമ്മളിപ്പോൾ മാനന്തവാടി ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. അത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ CRP അർജുൻ സാറും കൂടെ പോയിട്ടുണ്ട് വെറുതെ പിന്നെ DF കാണാൻ. നമ്മളിപ്പം ഫാത്തിമയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ലഞ്ച് നമുക്കിവിടെയാണ്. 2:30 വിശന്ന് ചാകാനായി. ഉടനെ തന്നെ നമ്മൾ ചെല്ലുന്നതാണ്. ഇവിടെ നമ്മുടെ ബസ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ലേശം നടക്കാനുണ്ട്. അതെന്നല്ല വാട്ട്സ് ഗോയിങ് ഓൺ? ഭയങ്കര വിശപ്പാണ്. ഞാൻ രാവിലെ ഒരു പഴവും 4 ബിസ്ക്കറ്റും ഒരു കട്ടൻ ചായയും കുടിച്ചതേ ഉള്ളൂ. ഇത്ര സമയമായി. പക്ഷെ നമ്മളൊട്ടും വിചാരിച്ചില്ല ഇത്ര ഒരു എനർജി ഉണ്ട്, അത്ര വലിയൊരു മല കയറുമെന്ന്. എന്നാണ് തോന്നുന്നത്. കാരണം വീട്ടിലുണ്ടാക്കിയ ഫുഡാണ്, മുസ്ലിംസിൻ്റെ ഫുഡാണ്. അപ്പം നല്ല ബിരിയാണി ആയിരിക്കും. അതെ കഴിക്കാം നമുക്ക്. അതെ അത്രേ ഉള്ളൂ. ഇതാണ് കേസ് ഫാത്തിമയുടെ വീട്. നമ്മൾ ഫാത്തിമയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേസ് നമ്മൾ ഫാത്തിമയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. കേസ് കല്യാണത്തിനൊക്കെ വരുന്ന പോലെ മറ്റേ ഡ്രസ്സൊക്കെ പിടിച്ചിട്ട് പന്തലൊക്കെ കെട്ടി നോക്ക് കേസ്. അതെ കസിൻസ് ആണെന്ന് തോന്നുന്നത്. ഇതാണ് നമ്മുടെ ഫാത്തിമ. ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറയണ്ടേ എനിക്കറിയത്തില്ല. സ്പീച്ച്ലെസ് ബിരിയാണി. ഉമ്മാണ് വെച്ചത്. കൈയൊന്ന് കഴിച്ചിട്ട് ഇപ്പോൾ ഉമ്മയാണ്. ഉമ്മയാണ്. നല്ല ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ വീട് പത്തനംതിട്ടയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഈ മലബാർ സൈഡ് ബിരിയാണി അത്ര അങ്ങോട്ട് ഇല്ല. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദമ്മിട്ട് വെക്കുന്ന ബിരിയാണി എന്താണല്ലേ വെച്ച ഞാനിങ്ങനെ നമ്മളെ ട്രിപ്പൊക്കെ പോകുമ്പോൾ എല്ലാം ഇങ്ങനെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യും. പിന്നെ വ്യൂസ് ഒന്നും കയറിയില്ലെങ്കിലും നമുക്ക് പിന്നെ ഇങ്ങനെ ഒരു ഓർമ്മയായിട്ട് ഇങ്ങനെ വെക്കാതെ അതിന് വേണ്ടിയിട്ട്. അവർക്കറിയത്തില്ലല്ലോ ഞാൻ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്ത ബ്ലോഗറാണ്. ഫാത്തിമയുടെ വീട്ടിൽ നിന്നും തിരിച്ചു പോവുകയാണ്. ഇനി നോൺ സ്റ്റോപ്പാണ്, നേരെ യൂണിവേഴ്സിറ്റി. ട്രിപ്പിൻ്റെ ലാസ്റ്റ് പരിപാടിയാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി നമ്മൾ നേരെ പോകുന്നു. ഒന്ന് ഉറങ്ങണം. കാരണം ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. 3-4 മണിക്കൂറാണ് ആകെ ഉറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി എത്തും. രാത്രിയാകും യൂണിവേഴ്സിറ്റി എത്താൻ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചായ കുടിക്കാമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ ബൈ ഗൈസ്. കുറ്റിയാടി വഴിയാണ് നമ്മൾ ചുരം ഇറങ്ങാൻ പോകുന്നത്. ബൈ. പരിപാടി തീർന്നിട്ടില്ല. വന്ന വഴിക്ക് ഒരു ഐസ്ക്രീം കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു. കട കണ്ടു. അപ്പോൾ നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചു. കുറേ ആൾക്കാർ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് അവിടെ പോയി കഴിക്കുന്നുണ്ട്. നമ്മളൊക്കെ അവരെ ഒന്ന് ഷൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെ വരൂ കേസ്. ഇതിനെ പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ഇതാണ്. ഓക്കെ കേസ് ചെന്നിട്ട് കാണിച്ചു തരാം. എപ്പോഴും യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ച് വെള്ളിയാഴ്ച ഒരാഴ്ചയാ? എന്താ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട്? പെരുന്നാൾ ഒരു ദിവസമല്ലേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. ടാറ്റാ പാത്തു. ബൈ ബൈ ബൈ. ഫുഡൊക്കെ ലോക്കല്ലേ? എല്ലാം അടിപൊളി. എല്ലാവരും ഐസ്ക്രീം കഴിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ അത് തന്നെ. സുര താങ്കൾ മറ്റേ ഗൂഗിൾ പേയുടെ ലഡുവിന്റെ ചെലവ് തരാന്ന് പറഞ്ഞിട്ട് ഇവന്മാർക്ക് മാത്രം കൊടുത്തു, നമുക്ക് തന്നില്ല. വളരെ മോശം. ചോദിച്ചായിരുന്നു. നമ്മൾ ഐസ്ക്രീം കഴിക്കുകയാണ്. കോണാണ് വാങ്ങിച്ചത്.
ചുമരനെ പൊട്ടിക്കുന്നൊക്കെയാണ് പറയുന്നത് ഗൈസ്. മറ്റേ പറ്റില്ല ഗൈസ്. 6 മണിക്കൂർ കളിച്ചാൽ ഞാൻ ജയിച്ചിട്ടാ പോകും ഗൈസ്. അങ്ങനെ ഈ ട്രിപ്പ് അവസാനിക്കുകയാണ് ഗൈസ്. ഈ വ്ളോഗിൻ്റെ 3 പാർട്ടിലും എല്ലാം കണ്ട് എന്നെ സഹിച്ച എല്ലാവർക്കും നന്ദി.